അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലേഷ്യയിലെ കോലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അഥവാ IIUM-ലാണ് ഉള്ളത്. IIUM-നെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടറിഞ്ഞതായിരിക്കുമെന്ന് അറിയാം. എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായ IIUM-നെ കുറിച്ച് പലർക്കും അറിവില്ല എന്നതുകൊണ്ട് ചില IIUM-ന്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് IIUM-നെ കുറിച്ച് പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. OIC-യുടെ മേൽനോട്ടത്തിൽ 1983 മെയ് 20-നാണ് മലേഷ്യയിലെ കോലാലംപൂരിൽ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. മലേഷ്യൻ ഗവൺമെന്റും മറ്റു OIC-യിൽപ്പെട്ട മറ്റു 6ഓളം വരുന്ന ഇസ്ലാമിക് രാജ്യങ്ങളും ചേർന്ന് സ്ഥാപിച്ചതാണ്. ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭമായ പ്രശസ്തമായ രണ്ടാമത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യ. യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോകളിൽ ഒരുപാട് യൂട്യൂബുകളിലൊക്കെ ഒരുപാട് അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും അതിന്റെ സൗകര്യങ്ങളെ കുറിച്ചും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ചും അവിടുത്തെ കോഴ്സുകളെ കുറിച്ചൊക്കെ കാണാം. ഏകദേശം 14 വർഷത്തിന്റെ അടുത്തായി ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധവും പരിചയവും. ഇന്ന് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ IRKHS-ന്റെ കീഴിൽ ഇസ്ലാമിക് കുല്ലിയയുടെ കീഴിൽ സിസ്കോ എന്ന പേരിൽ സയ്യിദ് ഇസ്മായിൽ ഷഹാബുദ്ദീൻ കൗൺസിൽ ഫോർ വിഷണറി ലീഡർഷിപ്പ് എന്ന പേരിൽ ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ലീഡർഷിപ്പ് സെന്റർ IIUM-ൽ ഞങ്ങളുടേതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിബന്ധം കൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകളും നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരണമെന്നും എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്നും ആഗ്രഹിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ഇന്ന് 100-ലധികം കോഴ്സുകൾ, ലോകോത്തരമായ കോഴ്സുകൾ മലേഷ്യയിലേക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് വാക്കുകൊണ്ടും നമ്മുടെ ചിന്തകളെ കൊണ്ടും വളരെ കേരളത്തിൽ നിന്ന് മലേഷ്യയിലേക്ക് ദൂരം കൂടുതലാണെങ്കിലും ഇന്ന് മറ്റുള്ള സൗകര്യങ്ങളെ കൊണ്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഏഷ്യയിലെ ഒരു രാജ്യമാണ് മലേഷ്യ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ രക്ഷിതാക്കള് കുട്ടികളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഉന്നത പഠനത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ കുട്ടികൾക്ക് വലിയ വലിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റിയുള്ള അവരുടെ ഓഫ് ക്യാമ്പസുകൾ മലേഷ്യയിൽ അവൈലബിൾ ആണ് എന്നിരിക്കെ ആ സൗകര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം, മറ്റുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നതാണ്. ഇവിടുത്തെ ഫെസിലിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊന്നും ഇന്ന് ലഭ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ കൾച്ചറിൽ, ഇസ്ലാമിക് കൾച്ചറിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇന്റർനാഷണൽ ഒരു ഗ്ലോബൽ വൈബ് ഉണ്ടാക്കിയെടുത്ത് ഒരു ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ കൾച്ചർ, അവരുടെ മറ്റുള്ള ആക്ടിവിറ്റികൾ, ഫുഡ് എന്നിത്യാദി എല്ലാ സൗകര്യങ്ങളും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വിശാലമായ ഒരു ഗ്ലോബൽ വില്ലേജ് ആണ് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഇന്ന് നമ്മുടെ കുട്ടികൾ കൂടുതൽ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ ഇന്ന് വിദേശങ്ങളിൽ പോയി ലഭ്യമാകുന്ന എല്ലാ ഇന്റർനാഷണൽ കോഴ്സുകളും, അത് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ബിസിനസ് റിലേറ്റഡ് കോഴ്സുകൾ, ഇസ്ലാമിക് റിലേറ്റഡ് കോഴ്സുകൾ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ കോഴ്സുകളും പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഗ്ലോബൽ വില്ലേജ് ആണ്. അതിനെ കൂടുതൽ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ നമ്മൾ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വലിയ തുക കൊടുത്ത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ കുട്ടികൾ തിരിച്ചു വരുന്നത് അവരുടെ കൾച്ചർ നഷ്ടമാവുന്നു, നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടമാവുന്നു, നമ്മുടെ ഒരു സാമ്പ്രദായിക സിസ്റ്റത്തിൽ നിന്ന് കുട്ടികൾ വ്യതിചലിച്ചു പോകുന്നു, നമ്മുടെ സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും. ഇതൊക്കെ മറികടക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, നമ്മുടെ കുട്ടികളെ നമ്മുടേതായിട്ട് തിരിച്ചു കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള നല്ല ക്യാമ്പസുകൾ കുട്ടികൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്. അതിനാണ് ഞാൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഉചിതമായ ഒരു സെക്കൻഡ് ഹോമാണ് എന്ന് പറയാം. നമുക്ക് അങ്ങനെ നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്താൻ, നമ്മുടെ കുട്ടികൾക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. അത്യാധുനിക സൗകര്യങ്ങളുള്ള എല്ലാ ഫെസിലിറ്റികളും ഈ യൂണിവേഴ്സിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് യാത്രാ സൗകര്യം, വ്യത്യസ്തമായ ഭക്ഷണം, പല രാജ്യങ്ങളുടെ ഭക്ഷണങ്ങൾ, പല 10, 60, 70 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, വ്യത്യസ്ത കൾച്ചർ, ഇതൊക്കെ കുട്ടികൾക്ക് കൂടുതൽ അവരുമായി ചേർന്ന് നമ്മുടെ പുതിയൊരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധ്യമാകണം എന്നതാണ്. മലേഷ്യൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഏകദേശം 800-ലധികം ഏക്കറിൽ വിശാലമായിരിക്കുന്ന ഒരു മെയിൻ ക്യാമ്പസ് കോലാലംപൂരിലെ ഗോംബാക്കിലും, അതുകൂടാതെ ഒരു 4ഓളം ക്യാമ്പസുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ച്, സയൻസിനായിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ ദൂരെയായിട്ട് കൊന്താനിൽ ഒരു വലിയൊരു ക്യാമ്പസ്, 400 ഏക്കറിൽ വിശാലമായ ഒരു ക്യാമ്പസ്, മെഡിസിൻ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ അവിടെ. അങ്ങനെ ഒരു 4-5ഓളം ക്യാമ്പസുകളിലായിട്ടാണ് വളരെ വിശാലമായിട്ട് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. നമ്മുടെ IIUM ഉൾപ്പെടെ, IIUM മാത്രമല്ല, ഇവിടെ നമ്മുടെ മലേഷ്യയിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സാധ്യമായ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. വലിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളോട് കടപിടിക്കുന്ന
ഏഷ്യ പസഫിക് യൂണിവേഴ്സിറ്റി പോലെ, അതുപോലെ മഹ്സ യൂണിവേഴ്സിറ്റി പോലെ, ടൈലേഴ്സ് പോലെ ഒരുപാട് യൂണിവേഴ്സിറ്റി, അനന്തമായ സാധ്യതകൾ മലേഷ്യയിൽ ഉണ്ട് എന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ വളരെ കുറഞ്ഞ ചെലവിൽ കുട്ടികൾക്ക് താമസം, ഭക്ഷണം, മലേഷ്യൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഒന്ന് നിങ്ങൾ കുട്ടികളെയും കൂട്ടി ഒന്ന് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കും. കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അവരുടെ ഹോസ്റ്റലുകളൊക്കെ ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക വളരെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയ കോഴ്സുകൾക്ക് വലിയ തുകകൾ കൊടുത്ത് പഠിപ്പിക്കാവുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പോലെ അതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ, ഗവൺമെന്റ് റിലേറ്റഡ് യൂണിവേഴ്സിറ്റികൾ, ഈ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ പോലെയുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകണം. നിങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് സേഫായി ഒരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയറിൽ, ഒരു ഇസ്ലാമിക് അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് വളരാനും നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും ഒരുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുമുള്ള ഒരു സൗകര്യമാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, വിദേശങ്ങളിൽ നിന്ന് ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ സൗകര്യം, ഈ ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കണം. നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിദേശത്ത് പോയി പഠിച്ചാൽ പഠിക്കുന്ന കോഴ്സുകൾക്ക് അംഗീകാരമില്ല എന്ന് ഭയപ്പെടുന്നവർ, ഇതിൽ ചതിയിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്നവരൊക്കെ ഉണ്ട്. ഭയപ്പെടേണ്ടതില്ല. ഇന്ന് ഇന്ത്യയിൽ ഉൾപ്പെടെ, ഇന്ന് വിദേശ രാജ്യങ്ങളിലടക്കം വലിയ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഈ യൂണിവേഴ്സിറ്റികൾ പഠിച്ചു പോയവരുണ്ട്. US ഇന്ന് മാലദ്വീപിന്റെ പ്രസിഡന്റ് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ, ഒരു തുർക്കിയുടെ ഇപ്പോൾ നിലവിലുള്ള പ്രൈം മിനിസ്റ്റർ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ സാധ്യതകൾ ഒരുപാട് ഉണ്ട്. ഇവിടുത്തെ സർട്ടിഫിക്കറ്റുകൾ ലോകത്ത് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ, യൂറോപ്യൻ കൺട്രികൾ ഉൾപ്പെടെ അംഗീകരിച്ച വലിയ ക്യാമ്പസാണ്. നമ്മുടെ കുട്ടികൾക്ക് സാധ്യതകൾ തുറന്നു കൊടുക്കുക. നമുക്ക് കൂടുതൽ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അതിന് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ നേരിട്ട് യൂണിവേഴ്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ഒരു സംവിധാനം ഞങ്ങളുടേതായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസ്തയോടെ ഞങ്ങളെ സമീപിക്കാം. നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ട സൗകര്യങ്ങളൊക്കെ യൂണിവേഴ്സ് എഡ്യൂക്കേഷൻ സാധ്യമാക്കി തരും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.